ആ കുഞ്ഞിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. ഒപ്പം തന്നെ മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണെന്ന് റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് സ്വന്തം വാട്സാപ്പിലാണ് റീമ ഇക്കാര്യം ടൈപ്പ് ചെയ്ത് വച്ചത്. വിവരങ്ങളുമായി സന്തോഷ് കൂടി കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഏറ്റവും ദാരുണമായ സംഭവമാണ്. അമ്മയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു, പക്ഷേ ആ കുഞ്ഞിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ റീമയുടെ ആത്മഹത്യാക്കുറിപ്പും വാട്സാപ്പിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്? മനു, ഒരു ഒറ്റ വരിയിലായി ടൈപ്പ് ചെയ്തു വെച്ച നിലയിലാണ്, വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് ഒരു സന്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദി എന്റെ ഹസ്ബൻഡും അയാളുടെ അമ്മയുമാണ് എന്നാണ് ഈ വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത്. ഇത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കുഞ്ഞിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ചെമ്പല്ലിക്കുണ്ട് ഭാഗത്ത് ഇപ്പോഴും കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ സ്കൂബ സംഘവും ചേർന്ന് നടത്തുകയാണ്. പുലർച്ചെ 1:30 വെങ്ങര നടക്കുതാഴെ സ്വദേശിനി MV റീമ മകൻ ഋഷിപ്പ് രാജിനെയും എടുത്ത് ചെമ്പല്ലിക്കുണ്ട് പുഴയിലേക്ക് ചാടിയത്. ഈ പാലത്തിന് സമീപം സ്കൂട്ടർ നിർത്തി പുഴയിലേക്ക് ചാടുകയായിരുന്നു. അവിടെ ചൂണ്ടയിടുകയായിരുന്നു ഒരു യുവാവ്. ഇത് കാണുകയും ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിക്കുകയും ചെയ്തു. നാട്ടുകാർ ഉടൻ തന്നെ തിരച്ചിൽ നടത്തി. എന്നെങ്കിലും ഇന്ന് രാവിലെയാണ് ഈ റീമയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ ബന്ധുക്കൾ പറയുന്നത്, റീമയുടെ ഭർത്തൃ വീട്ടുകാരുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ ഒരു ആത്മഹത്യാ കുറിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസിന് ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഇരണാവ് സ്വദേശിയായ ഭർത്താവിനെതിരെ നേരത്തെ റീമ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഭാഗമായി ബന്ധുക്കൾ തമ്മിൽ ഒരു മധ്യസ്ഥ ചർച്ചയിൽ നിശ്ചയിച്ചിരുന്നു. ഇന്നാണ് ആ ചർച്ച നടക്കാനിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ റീമയുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. 3 ദിവസം മുൻപ് നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ സംസാരിച്ച് ഇന്നൊരു മധ്യസ്ഥ ചർച്ച വെക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നു. ഭവനും